ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്ന സ്നേഹത്തിന്റെ കട തുറക്കുന്ന രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് പിണറായിയെ കെട്ടിപ്പിടിക്കാൻ വയ്യ? അത് തുറന്നു പറയുന്നു. അത് യോഗത്തിൽ പറഞ്ഞു, അത് ഈ രീതിയിൽ ചർച്ചയായില്ല. പക്ഷേ ആ ഓഡിയോ ക്ലിപ്പ് രാഹുൽ ഗാന്ധി തന്നെ പുറത്തുവിട്ടതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നാൽ സ്വാഭാവികമല്ലേ ഈ പ്രതികരണം? എവിടെയാണ് ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ഇത് അനാവശ്യ വിവാദമാണോ? മുന്നണിയുടെ കെട്ടുറപ്പിനെ ഇത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് താങ്കൾ കരുതുന്നു? വിവാദം അനാവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശ്രീമതി രേണുക. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. നരേന്ദ്രമോദിയെ 2018 പാർലമെൻറ്റിനുള്ളിൽ വെച്ച് രാഹുൽ ഗാന്ധി പരസ്യമായി ആലിംഗനം ചെയ്യുന്ന ഒരു ഒപ്റ്റിക്സ്, അതിന് പിന്നിൽ ഒരു സങ്കേതമുണ്ട്, ഒരു സങ്കല്പമുണ്ട്. അതായത് ഈ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഒരു സങ്കല്പമാണല്ലോ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല എന്നതിൻ്റെ ഒരു സിംബോളിക് എക്സ്പ്രഷൻ എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി അത് ചെയ്തത് എന്ന ന്യായീകരണമാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത് എക്കാലത്തും. ഇപ്പോഴും അതുതന്നെയാണുള്ളത്. മറുവശത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനുള്ളിൽ അതിനിടയിൽ ശ്രീ പിണറായി വിജയനെ താൻ ആലിംഗനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഒരു കാൽപ്പനിക സ്വഭാവമാണ് ഞാൻ കണ്ടത്. അതിനർത്ഥം ഫിസിക്കലി ആലിംഗനം ചെയ്യുക എന്നതല്ല. അതിലൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളല്ലേ. ഈ ഫിസിക്കൽ ആലിംഗനം എന്നതൊക്കെ ഒരു ഒപ്റ്റിക്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ കൈ മോളിൽ ചേർത്ത് പിടിച്ച് ഒരു ചങ്ങല പോലെ നിൽക്കുന്നത് കണ്ടതല്ലേ. ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗത്തിൽ നിതീഷ് കുമാറിനായിരുന്നു ഏറ്റവും വലിയ ഉത്സാഹം. അദ്ദേഹമായിരുന്നല്ലോ കൺവീനർ. ആ നിതീഷ് കുമാറിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പിന്നീട് അറിയാം. അതുകൊണ്ട് ഇതൊക്കെ അവസരവാദപരമായ നിലപാടിൽ BJP എതിർക്കാൻ അതത് സമയത്ത് മുന്നണിയായി കുറേ കക്ഷികൾ കൂടി വരുന്നു എന്നതിന് ഉപരിയായ ഒരു രാഷ്ട്രീയമല്ല. പക്ഷേ എക്കാലത്തും ഭാരതീയ ജനതാ പാർട്ടി എതിർത്തിരുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയമുണ്ട് എന്നതും വിസ്മരിക്കുന്നില്ല. കാരണം ഘടകകക്ഷികൾ മാറിയും തിരിഞ്ഞുമൊക്കെ കേന്ദ്രത്തിൽ ഭരണത്തിന് വേണ്ടി ഇപ്പോൾ DMKയും ADMKയും ഒക്കെ മാറിയും മറിഞ്ഞുമൊക്കെ ചവിട്ടിയിട്ടുള്ളതല്ലേ. ഇപ്പം ജയലളിതയുടെ നോമിനീസ് അവിടെ ഉണ്ടായിരുന്നതല്ലേ, കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ടായിരുന്നതല്ലേ. എന്തിന് ഈ CPM പോലും ഒരു നേരിട്ടല്ല എങ്കിൽ പോലും ബാന്ധവം ഉണ്ടായിരുന്നതല്ലേ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷമൊക്കെ. കോൺഗ്രസ് വിരുദ്ധ മുന്നണിയിൽ ഒരുമിച്ച് വന്നില്ല എങ്കിൽ പോലും ആ കോൺഗ്രസ് വിരുദ്ധ മുന്നണിയെ പിന്നിൽ നിന്നുകൊണ്ട് സഹായിച്ച ഒരു പാരമ്പര്യം CPM-നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അതത് സമയത്തെ പ്രബല ശക്തിയെ എതിർക്കാനായി പ്രായോഗികമായ ചില കൂട്ടായ്മകൾ ഉണ്ടാവും. അതിൽ ഒന്ന് ഇപ്പോൾ UPA അല്ലെങ്കിൽ ഇപ്പോഴത്തെ രൂപമായ ഇന്ത്യ മുന്നണിയാണ്. അവിടെ സംസ്ഥാന തലത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്, ദേശീയ തലത്തിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. സംസ്ഥാന തലത്തിൽ ഇവിടെ നോക്കൂ എന്താണ് സംഭവിക്കുന്നത്. ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തോട് തീർച്ചയായും ഒരു അകലം പാലിക്കുന്നതാണ് കോൺഗ്രസ്സിന് UDF-ന് നല്ലത്. കാരണം UDF-ന്റെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഇവിടെ BJP വിരുദ്ധത മാത്രമല്ല, CPM വിരുദ്ധതയിലാണ് കോൺഗ്രസ് പാർട്ടിക്കും UDF-നും വോട്ടുകൾ ലഭിക്കുന്നത്. ശ്രീ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്നതിലൂടെ ലഭിച്ച ഒരു ജനകീയ അംഗീകാരം കൂടിയായിരുന്നു UDF-ന് മിന്നുന്ന വിജയം. 102 സീറ്റുകൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി മാത്രം കണ്ടിട്ടല്ല ജനം വോട്ട് ചെയ്തത്. ഒരു പരിധിവരെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അതിൻ്റെ കുന്തമുനയായി നിന്നത് ശ്രീ പിണറായി വിജയനാണ്. ആ കാരണത്താൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ മുൻ MP കൂടി ആയ വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നോമിനിയായി UDF-ന് നോമിനിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന 2 പ്രാവശ്യം ജയിച്ചു വന്ന രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ നോൺ LDF അല്ലെങ്കിൽ പിണറായി വിരുദ്ധത അത് രാഷ്ട്രീയത്തിൻ്റെ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ശ്രീ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്നത് വ്യക്തിപരമാണ് എന്ന കാഴ്ചപ്പാട് എനിക്കില്ല. അതിൻ്റെ അർത്ഥമൊന്നുമില്ല. ആലിംഗനം എന്ന വ്യക്തിപരമല്ല, വ്യക്തിപരമായ കാര്യത്തിലല്ല, രാഷ്ട്രീയമായ വിയോജിപ്പ് പ്രാദേശിക തലത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ദേശീയ തലത്തിൽ മുഖ്യ ശത്രുവിനെ ഒരുമിച്ച് എതിർക്കാം എന്ന പോയിന്റ് ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി രാഹുൽ ഗാന്ധി അത് ചെയ്തു എന്ന് വിശ്വസിക്കാനാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം ഈ 9 മിനിറ്റ് വീഡിയോ എന്തിന് അത് മാത്രമായി പുറത്ത് വിട്ടു എന്നത് ഇപ്പോഴും എത്ര ആലോചിച്ചിട്ടും രേണുക മനസ്സിലാവുന്നില്ല. എന്തിനാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന? അത് മാത്രവുമല്ല, ഇന്ത്യ മുന്നണിക്കകത്ത് നടക്കുന്ന യോഗം ഈ രീതിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതുപോലും. കാരണം അതിന്റെ വീഡിയോ ഇല്ല, വീഡിയോ റെക്കോർഡിംഗ് ഇല്ല, ഓഡിയോ മാത്രമാണ്. അത് രഹസ്യമായി റെക്കോർഡ് ചെയ്തതാണ്. അങ്ങനെയൊക്കെയുള്ള നിരവധി സംശയങ്ങളുണ്ട്. അവിടെ മറ്റ് പ്രാദേശിക പാർട്ടികൾ
ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ നടത്തിയ വിമർശനങ്ങൾ അതൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ രാഹുലിന്റെ മറുപടി മാത്രം വരുന്നു. അത്ര വലിയ രഹസ്യമാണോ? ഈ ഇന്ത്യ മുന്നണി 25 കക്ഷികളുടെ പങ്കെടുത്തു എന്ന് പറയുന്നു. ആ യോഗം അതീവ രഹസ്യമായ ഇൻ ക്യാമറ സെഷനാണോ? ഒരിക്കലും ആവില്ല. ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന ഒരു പഴമൊഴി പറഞ്ഞുകൊള്ളട്ടെ. അതേപോലെ തന്നെ 25 പാർട്ടികളുടെ പ്രതിനിധികൾ ചെറുതും വലുതുമായ പാർട്ടികളാണ്. മിക്കതും കോൺഗ്രസ് പാർട്ടി എന്ന ദേശീയ കക്ഷി, CPM എന്ന ദേശീയ കക്ഷി. ഈ പാർട്ടികൾ ഉപരിയായി മറ്റെല്ലാം തന്നെ പ്രാദേശിക കക്ഷികളാണ്. അവരുടെ പ്രതിനിധികൾ വന്ന് നിൽക്കുമ്പോൾ, വന്ന് ഒരു യോഗം കൂടുമ്പോൾ അത്ര രഹസ്യമായി അതിനകത്ത് എന്താ സംസാരിക്കാനുള്ളത്? BJP വിരുദ്ധത അത്ര രഹസ്യമാണോ? അത്രയ്ക്ക് രഹസ്യമായ പ്ലാനിങ് എന്തെങ്കിലും അവിടെ നടന്നോ? അതൊന്നും നടന്നില്ല. അതുകൊണ്ട് ആ രഹസ്യ സ്വഭാവം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ CPM-ഉം കോൺഗ്രസും തമ്മിലാണ് കൊമ്പ് കോർക്കുന്നതെങ്കിൽ പരസ്പരം ഈ കക്ഷികൾ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നുകൂടി ഓർക്കണം. ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ട് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ മൊത്തം മുഖമായി പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോൾ CPM-ന്റെ 4 MP-മാരോടുകൂടി കടപ്പാടുണ്ടാകണം. തിരിച്ച് CPM എങ്ങനെയാണ് 4 MP-മാരുണ്ടായത്? കേരളത്തിൽ നിന്നും ഒരു MP മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ നിന്നാണ് 2 MP-മാർ. അവിടെ DMK-യുടെയും കോൺഗ്രസിന്റെയും കൂടി വോട്ട് വാങ്ങിച്ചിട്ടാണ് ഒരു ദേശീയ കക്ഷി പദവി അവിടെ CPM നിലനിർത്തുന്നത്. അതേപോലെ രാജസ്ഥാനിൽ അമ്രാറാം അവിടെ MP ആണല്ലോ. അദ്ദേഹം കോൺഗ്രസിന്റെ കൂടെ വോട്ടില്ലാതെ രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ ഒരു CPM-ന്റെ നോമിനിക്ക് ഒറ്റയ്ക്ക് വിജയിച്ചു വരാൻ കഴിയുമോ? അതുകൊണ്ട് CPM-നും ദേശീയ കക്ഷി എന്ന പദവി നിലനിർത്തുന്നതിന് ഒരുപക്ഷെ കോൺഗ്രസിന്റെ സഹായം തീർച്ചയായും ഗുണകരമായി. ഇതൊക്കെ മറന്നിട്ട് ആലിംഗനം ചെയ്തോ ഇല്ലയോ, എന്തു പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ 2 പാർട്ടികൾക്കും ഗുണകരമല്ല എന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ. ഈ ആലിംഗനമാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയ ആലിംഗനമാണല്ലോ. അത് ഏറ്റവും അധികം പെർഫെക്റ്റ് ചെയ്തെടുത്തത് ഇവരാരുമല്ല, ഇന്ത്യ മുന്നണിയിലെ ആരുമല്ല, മറിച്ച് സാക്ഷാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ആലിംഗനത്തിന്റെ രാഷ്ട്രീയം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഒരു ഫേസായി വരികയാണ്. അവിടെ എല്ലാ ലോക നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട് എന്നത് ഒരു ഒപ്റ്റിക്സായി മാറുകയും അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ, റഷ്യൻ പ്രസിഡന്റ് ആകട്ടെ, ഇനി ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കളാകട്ടെ, ആലിംഗനത്തിലൂടെ ഒരു നയതന്ത്രം എന്നത് ഹഗ് ഡിപ്ലോമസി എന്ന രീതിയിൽ വളർത്തിയെടുത്തതും ശ്രീ നരേന്ദ്രമോദിയാണ്. കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം മേധാവി ജയറാം രമേശ് കഴിഞ്ഞ ദിവസം ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ആലിംഗനം വെറും പൊള്ളയാണ്, വിശ്വഗുരുവിന്റെ ആലിംഗനം എന്ന രീതിയിൽ അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്തി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.